ഹൗസ് ഓൺ ഫയർ. വീടിന് തീ പിടിച്ചു. നിങ്ങൾക്ക് 3 സാധനങ്ങൾ രക്ഷിക്കാം. എന്തൊക്കെ നിങ്ങൾ രക്ഷിക്കും? ഇപ്പോൾ വയസ്സായ ഗ്രാൻഡ് ഫാദറിനെ രക്ഷിക്കുമോ? പ്രസവിച്ച് കിടക്കുന്ന അല്ലെ പ്രസവിക്കാൻ തുടങ്ങുന്ന പെങ്ങളെ രക്ഷിക്കുമോ? മീൻസ് പൂർണ്ണ ഗർഭിണിയായ പെങ്ങളെ അല്ലെ ഭാര്യയെ രക്ഷിക്കുമോ? നിങ്ങളുടെ പെറ്റിനെ രക്ഷിക്കുമോ? അതോ നിങ്ങളുടെ ബാങ്ക് പാസ്ബുക്കുകളും ചെക്ക് ബുക്കുകളും രക്ഷിക്കുമോ? അതോ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് രക്ഷിക്കുമോ? യു അണ്ടർസ്റ്റുഡ്? ഓരോന്നിനെ പിന്നിൽ നമ്മൾ വാല്യൂസ് ഇടുകയാണ്. അപ്പോൾ ഈ പൂർണ്ണ ഗർഭിണിയായ പെങ്ങൾ അല്ലെങ്കിൽ ഭാര്യ എന്ന് പറയുമ്പോൾ എന്താ എടുക്കുന്നത്? ഇൻസ്റ്റെഡ് ഓഫ് 1, 2 ലൈഫ്സ്. ഇല്ലെങ്കിൽ ഒരാളെ എടുത്താൽ ഒന്നല്ലേ വരുള്ളൂ. അവിടെ 2 ജീവിതമാണ് ഒരുമിച്ച് രക്ഷിക്കാൻ പറ്റുക ഒരാളെ എടുത്തു കഴിഞ്ഞാൽ. അങ്ങനെ അപ്പോൾ കുട്ടികൾ വാല്യൂ പരിഗണനയിൽ വളരാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന സാധനമാണ് ഹൗസ് ഓൺ ഫയർ. This is also like a very similar different case. Whom will you save? Whom will you save? Whom will you save? Yeah, different options. Okay. Again, this is the case for discussion. Yeah. Same way, flooding house. House on fire, flooding house. It is all floods everywhere. Water is entering the house. What all will you save? You can save, say, 3 things. അത് 3 രക്ഷിക്കാൻ പറ്റുള്ളൂ. അതൊന്നും അല്ല പരിഗണന. 3 പറ്റുള്ളെങ്കിൽ നമ്മൾ ഏത് പരിഗണിക്കും? നമുക്ക് വേണമെങ്കിൽ ലിസ്റ്റ് കൊടുക്കാം. ഒരു ലിസ്റ്റ് കൊടുക്കാം. പ്രയോറിറ്റൈസ് ചെയ്യാൻ പറയാം. അപ്പോൾ പല ഗ്രൂപ്പുകളും പ്രയോറിറ്റൈസ് ചെയ്യുന്നത് പല രീതിയിലായിരിക്കും. നല്ല ബോണ്ടിങ് ഉള്ള കുടുംബമാണെങ്കിൽ അവരവരുടെ പ്രിയപ്പെട്ടവരെ ആദ്യം സേഫ് ആക്കാൻ നോക്കും. അതേസമയം ബോണ്ടിങ് ഇല്ലാത്ത കുടുംബമാണെങ്കിൽ they will go after materials, money, degrees, etc. ചില ഡിഗ്രി പോലും അതൊക്കെ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് എടുപ്പിക്കാമല്ലോ എന്ന് കരുതി മറ്റു കാര്യങ്ങൾ ഇത് ചെയ്യാനായിട്ട് നോക്കും. ജസ്റ്റ് ഒരു ക്ലൂ തരാം ഞാൻ. when floods actually happened here in 2018, ഞാൻ ഏറ്റവും സേഫാക്കിയ സാധനം എന്തായിരിക്കും നോക്കിക്കാമോ? ബുക്സൊക്കെ എന്തെന്ന്? ബുക്സ് ഞങ്ങൾ ഓഫ് കോഴ്സ് വെള്ളം കയറുന്നതനുസരിച്ച് തട്ട് കയറ്റി വെക്കാനായിട്ട് നോക്കി. ഞാൻ സേഫ് ആക്കാൻ ശ്രമിച്ചത് എൻ്റെ ടീം മെമ്പേഴ്സിൻ്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ്സാണ്. വാട്ട് ഐ തോട്ട് ഈസ് ദാറ്റ് ഈസ് ദെയർ ലൈവ്ലിഹുഡ്. അവരുടേതിൻ്റെ കൂടെ എൻ്റേത് ഞാൻ കൊണ്ടുപോയി. ഇല്ലെങ്കിൽ ഞാൻ ഉറപ്പ് വരുത്തിയത് ഞങ്ങളുടെ ട്രാവൽ ഡോക്യുമെൻസാണ്. ഇഫ് യു ട്രാവൽ വി ക്യാൻ മേക്ക് മണി. സോ മറ്റ് കാര്യങ്ങൾ ബാങ്ക് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് മുമ്പേ ഉറപ്പാക്കിയത് പാസ്പോർട്ട്, ആധാർ കാർഡ്, അങ്ങനെയുള്ള സാധനങ്ങൾ, യാത്ര ചെയ്യാൻ വേണ്ട സാധനങ്ങൾ. അത് റിയൽ ലൈഫ് സിറ്റുവേഷനിൽ നിന്ന് വന്നൊരു തിരിച്ചറിവായിരുന്നു കേട്ടോ. ഓഫ് കോഴ്സ് ആളുകളെ സേവ് ചെയ്തുകൊണ്ടാണ്, അത് ഡൗട്ടില്ല. ആളുകളെ സേവ് ചെയ്തുകൊണ്ടാണ്. പിന്നെ ഞാൻ നോക്കിയ ഒരു കാര്യം, മറ്റുള്ളവരുടെ സ്വത്തുക്കൾ എൻ്റെ കയ്യിലുള്ളത്. ഉദാഹരണം, മൊബൈൽ അഡിക്ട്സ് ഇവിടെ വന്നു കഴിയുമ്പോൾ, കൗൺസിലിംഗ് വന്നു കഴിയുമ്പോൾ നമ്മൾ അവരെ കൊണ്ട് മൊബൈൽ ഇവിടെ സറണ്ടർ ചെയ്യിക്കാറുണ്ട്. അങ്ങനെ സൂക്ഷിച്ച് വെച്ച മൊബൈലുകൾ സേഫാക്കാൻ നോക്കി. കാരണം കണ്ടവൻ്റെ മുതലല്ലേ, നമ്മുടെ അല്ലല്ലോ, നമ്മൾ തിരിച്ചു കൊടുക്കാൻ ബാധ്യസ്ഥരാണല്ലോ. അപ്പം അവർക്ക് വന്നു കൊണ്ടുപോയില്ലോ എന്ന് നമുക്കറിയത്തില്ല. അത് നമ്മൾ സേഫ് ആക്കാനായിട്ട് നോക്കി.